നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ അതിനെന്ത് ചെയ്തു, നമ്മുടെ പ്രമാണം എല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവച്ചിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര കൊണ്ടുവച്ചിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടുന്ന് അതിന് എടുത്തേക്ക് തെളിവുണ്ട്. നമ്മൾ എടുക്കുന്നതിനൊക്കെ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്റെ പ്രമാണം, ഇതിന് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രമാണം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? കോടതി വെച്ചത്. അപ്പോ അങ്ങനെ വെച്ച സാധനം വെച്ചിരിക്കുവായിരുന്നു. ഉമ്മ ഇവിടെയൊക്കെ വന്നെന്നെ കൊച്ചി ഇവിടെ എല്ലാവർക്കും എന്നെ കൊല്ലാൻ നടക്കുമായിരുന്നു. കൊന്നേറ്റ് കൊല്ലാനൊരു കരണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. ഒരു ഗ്രാമൂട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അവനും, പിന്നെ ഗ്രാമൂട്ടിലെ കുഞ്ഞുമോൻ. അവൻ ഈ പണമിടപാടൊക്കെയാ ജോലി, പ്രമാണമൊക്കെ വെച്ച് ആശടിക്കുക, അങ്ങനെയൊക്കെ വളരെ വേലകളുണ്ട്. അപ്പം അവന്റെ ഒന്നും വീട്ടിൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ പോകേണ്ട കാര്യമില്ല അവരുടെ ഒന്നും വീട്ടില്. അപ്പൊ അവരിവിടെ കൂടെ ഈ മൂലയ്ക്ക് വന്നിരുന്ന് ഒമ്നിയെ കയറി നടക്കുന്നത്, കരണ്ട് പോയി. ഒമ്നിയെ കയറി നടക്കുന്ന അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഈ കുട്ടനെന്ന് പറയുന്നവർ അവന്റെ വീട്ടിലോട്ട് കയറി പോകുന്നപ്പോ എനിക്ക് എന്തോ പച്ചപ്പച്ച തോന്നിയപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇവന്മാരോട് തന്നെ ഇന്ന് കറണ്ട് വരത്തില്ലേ, അപ്പൊ അവർക്ക് ഇന്ന് കറണ്ട് വരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നു, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. ഇത്രയും ആക്റ്റീവ് അല്ല നമ്മൾ, എന്നാലും നമ്മുടെ ഫേസ്ബുക്കിൽ എല്ലാം ഇടുവായിരുന്നു. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എഴുതി ഇങ്ങനെ എന്താണ് ഇന്ന് കറണ്ട് വരത്തില്ല, ഇവന്മാർക്ക് എന്തോ ഗൂഢമായ ഉദ്ദേശമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കരണ്ട് ഇവന്മാര് കളഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെയോ ഉദ്ദേശത്താലാണ് ഇത് കളഞ്ഞിരിക്കുന്നത്. ആ ചപ്പയിൽ 5 മിനിറ്റിനുള്ളിൽ കരണ്ട് വന്നു. ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് കരണ്ട് വന്നു. അപ്ലോഡായി ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് കരണ്ട് വന്നു കേട്ടോ. കരണ്ട് വരത്തില്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പലതും ഇവിടെ നടത്താനിരുന്നു. എന്നെ അങ്ങ് വക വരുത്തി ഇപ്പോഴും നടത്താൻ. എനിക്ക് 50 വയസ്സായി പോലും. അപ്പൊ 50 വയസ്സിന് മേലിലുള്ളവർക്കൊന്നും ജീവിക്കാനുള്ള അവകാശമില്ലേ? എനിക്ക് 50 ആവട്ടെ, എനിക്ക് 60 ആവട്ടെ, എനിക്ക് 70 ആവട്ടെ, 80 ആവട്ടെ. അപ്പൊ 50, 70, 80 ഒക്കെ കഴിഞ്ഞ ഓവറായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇതാരാണ് ഇല്ലാതാക്കുന്നത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? 50 വയസ്സ് കഴിഞ്ഞാലോ 60 വയസ്സ് കഴിഞ്ഞാലോ 80 വയസ്സ് കഴിഞ്ഞാലോ 100 വയസ്സ് കഴിഞ്ഞാലോ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലയോ? എന്താണ് ഇത്? എന്താണ് യോഗം? എനിക്ക് 50 ആയി, എനിക്ക് 50 ആയി, എനിക്ക് 50 ആയി. ഇവന് ദേഹം പിടിക്കണം, ഇവന് 80 ആയി, 80-ന് വേണ്ടായി. ഇവന്റെ പെണ്ണുപിള്ള എന്ന് പറയുന്നത് ഈ സൽപ്പർവതി ആദ്യം ഒരു സിംഗപ്പൂരുകാരനെ കെട്ടിയതാണ് അവൻ. അവിടെ നിങ്ങളൊന്ന് അന്വേഷിച്ചോ. അവൻ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ അവനവന്റെ പാട്ടിന് പോയി, പിന്നെ വന്നിട്ടില്ല. ഇവളെ എന്നിട്ട് ഇവളുടെ നല്ലപോലെ മനസ്സിലായി കാണും, അവനങ്ങ് പോയതാണ്. അത് കഴിഞ്ഞ് ഇവരെയാണ് കെട്ടിയെടുക്കുന്നത്. 19 വയസ്സായപ്പോഴാണ് ഇവളെ കെട്ടിയെടുക്കുന്നത്. ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 19 വയസ്സായപ്പോഴാണ് ഇവളെ കെട്ടിയെടുക്കുന്നത്. ശോഷിച്ച് എല്ലു പിടിച്ചിരിക്കുകയാണ് അവള്. മനസ്സിലായില്ലേ? അപ്പൊ 19 വയസ്സായപ്പോഴാണ് ഇവർക്ക് എന്നിട്ട് മക്കളൊക്കെ ജനിക്കുന്നത്. എന്നിട്ട് മക്കൾ ജനിച്ചില്ലയോ? മക്കൾ ജനിച്ചില്ല. ഇവന് 10 എത്രയോ വയസ്സുണ്ട് ഇപ്പം. മക്കൾ ജനിച്ചില്ലേ ഇവന്? കൊച്ചിലെയൊന്നും കെട്ടിയതല്ലേ ഇവളിങ്ങനെ നടക്കുകയായിരുന്നു. ഇവളുടെ ആരും കെട്ടാനില്ലാതെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയിരിക്കുകയായിരുന്നു. അവസാനം തന്നെ ഇവന്റെ മോനെ ഇതുപോലെ തന്നെ ഇവന്റെ മോനെ ഇപ്പൊ റെഡിയാക്കി 55,55,000 ചില്ലറ രൂപ ഇവരെ കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് നിഗളിക്കുകയാണ്, നാട്ടുകാരെ കൂടെ ചീത്ത വിളിക്കുകയാണ്. ആരാ രോഗം? എന്തോ രോഗം? എന്തൊക്കെയോ പിടിച്ചു പറിക്കാമെന്ന് എന്റെ വിചാരം. എന്തൊക്കെയോ ഇവര് പിടിച്ചു പറിക്കണമെന്ന്. പല കൊലപാതകങ്ങളും തെളിയിക്കപ്പെടാതെ പോകുന്നു. പലതും തെളിയിക്കപ്പെടാതെ പോകുന്നു. പല കൊലപാതകങ്ങളും നടക്കുന്നത് തെളിയിക്കപ്പെടാതെ പോവുക. പല കൊലപാതകങ്ങളും കൊന്നേറ്റ് കെട്ടിത്തൂക്കുക, പല പല വേലകളാണ് ഇവളുമാരുടെ കയ്യിലുള്ളത്. സുകുമാരക്കുറിപ്പിന്റെ കൂട്ട സുകുമാരക്കുറിപ്പിനെ പിടിച്ചോ? ബാക്കി എത്രയോ കൊലയാളികളെ പിടിക്കുന്നു. സുകുമാരക്കുറിപ്പിനെ പിടിച്ചില്ല. 80 ലക്ഷം വഹിക്കാൻ ഗൾഫ് ഇൻഷുറൻസ് ആയ 80 ലക്ഷം. നിങ്ങൾ നോക്ക്, 80-50 ലക്ഷം അന്നത്തെ കാലത്ത് 80-കളില് വഹിക്കാനായിട്ട് പാമ്പിടിച്ച് ചാക്കോയെ തെരഞ്ഞു പിടിച്ച് കൊന്ന് അവനത്രയുള്ള കൊന്നേറ്റ് കത്തിച്ച് അവനെ പിടിച്ചില്ല ഈ കേരള പോലീസ്. അതെന്താ ഇത്ര വലിയ ആളാണോ ഈ സുകുമാരക്കുറുപ്പ്?
ചില അവന്മാരെയും കെട്ടുന്നവന്മാർക്ക് 40 വയസ്സ് കടക്കരുത്, 50 വയസ്സ് കടക്കരുത് എന്നൊക്കെ വലിയൊരു ആഗ്രഹങ്ങൾ. എന്തെല്ലാം ആഗ്രഹമാണ് പൊന്നച്ച, ഭയങ്കര ആഗ്രഹം. ഇവിടെ ഉള്ളവർക്കെല്ലാം എന്റെ കൂടെ ഇവിടെ ഉള്ളവരെല്ലാം ഏകദേശം എല്ലാവരും 50 ക്രോസ് ചെയ്തവര് 50 ഒക്കെയാ, 50, 40 ഒക്കെ വയസ്സുള്ളവരാ. അതിൽ കൂടുതലൊന്നും ഇല്ല കേട്ടോടാ. കേട്ടോ, നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്റെ വയസ്സിങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. വയസ്സ് ഇത്ര വലിയ പറയാം. നിനക്ക് 80 നീ പോയി ചാവണം ആദ്യമേ. നീ പോയി ചാവും. നീ ആദ്യം പോയി ചാവും. നീ എന്തിനാ ചാവേണ്ടത്? എന്നെ കൊന്നേ ചാർക്കാടാ കാശെടുത്ത് കൂട്ടടിക്കണ്ടേ? എന്നെ കൊന്നേ ചാർക്കാടാ കാശെടുത്തു ഇൻഷുറൻസ് ഒക്കെ അടിച്ച് കൂട്ടടിക്കണ്ടേ? ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൂട്ടടിക്കേണ്ട ഏറവനാടാ. ഏറവനാ എന്നെ കൊന്നേ വകവെച്ചു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൂട്ടടിക്കേണ്ട ഏറവർക്ക് ഏറവനുമാ. ഒത്തിരി ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കൂട്ടടിക്കുന്നവന്മാരുണ്ട്. ആർക്കാടാ അടിക്കേണ്ട കുട്ട്? ആർക്കാണ് കുട്ടടിക്കേണ്ടത്? ഏറവനാ.